തോൽക്കണം, അവിടെ കോൺഗ്രസ് ജയിക്കണം, ആന്റോ ആരോട് ജയിക്കണം. എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള എൻ്റെ കുടുംബക്കാരനാണ് എൻ്റെ പിതാവാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായി ഞാൻ അദ്ദേഹത്തിനോട് യോജിക്കുന്നില്ല എന്നുള്ള കാര്യം ഞാൻ BJP യിൽ പ്രവേശിച്ച സമയത്ത് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞല്ലോ, വീട്ടുകാർ വേറെ രാഷ്ട്രീയം വേറെ. ഞാനിന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവേശിച്ച് അന്ന് തന്നെ ഞാൻ വളർന്നു. അദ്ദേഹത്തിൻ്റെ പിതാവാണ്, എനിക്ക് വളരെ ബഹുമാനമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ കുറിച്ച് എനിക്ക് വിശ്വാസമില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരാജയങ്ങൾ മറച്ചു വയ്ക്കാൻ 2014 പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും കിട്ടാതെ ആണ് ഇവർ പരാജയപ്പെട്ടത്. 2019 പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിന് പോലും അർഹമല്ലാത്ത രീതിയിലാണ് പരാജയപ്പെട്ടത്. 2016 2021 സംസ്ഥാന രാഷ്ട്രീയത്തിലും വളരെ ദയനീയമായിട്ടാണ് പരാജയപ്പെട്ടത്. ഈ കോൺഗ്രസ്സുകാരൊക്കെ അവസാനമായിട്ടൊരു തെരഞ്ഞെടുപ്പ് ജയിച്ചെന്നാണ്. ഇവരെല്ലാം ഇന്ത്യൻ ജനത പിന്നെയും ചവിട്ടുകൊട്ടയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയല്ല. എന്നിട്ട് ഇനി ഇപ്പോൾ പറഞ്ഞതിന് എന്ത് പ്രസക്തി? കഴിഞ്ഞ 10 വർഷമായിട്ട് ഒന്നും പറഞ്ഞ് നടക്കാത്തവർ ഇന്നും എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മളെന്തൊക്കെ പറഞ്ഞാലും മക്കള് തോക്കണമെന്ന് ഒരച്ഛനും ആഗ്രഹിക്കില്ല. അത് ഏത് പാർട്ടിയായാലും. എൻ്റെ അനുഭവം അതാണ്. നമസ്കാരം. പത്തനംതിട്ടയിൽ അനിൽ ആന്റണി തോൽക്കണമെന്ന് AK ആന്റണി. പക്ഷേ ആന്റോ ആന്റണിയുടെ പ്രചാരണത്തിന് AK ആന്റണി ഇല്ല. 2014 മുതൽ ആന്റണിയെ ജനം തള്ളിയതാണെന്ന് അനിൽ ആന്റണിയുടെ മറുപടി. ഒരച്ഛനും മകനെ മനസ്സുകൊണ്ട് തള്ളിക്കളയില്ല എന്ന് പത്മജ വേണുഗോപാൽ. അങ്ങനെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മക്കളുടെ രാഷ്ട്രീയം ചർച്ചയാകുന്നത് മറ്റൊരു തലത്തിലാണ്. പോരാട്ടം കടുക്കുമ്പോൾ ഇനിയും ഇത്തരം ചിത്രങ്ങൾക്ക് സാക്ഷിയാകും രാഷ്ട്രീയ കേരളം. ജനം ആർക്കൊപ്പമായിരിക്കും? പ്രവാസ ലോകം എങ്ങനെ ചിന്തിക്കുന്നു? ഗൾഫ് 18ലേക്ക് സ്വാഗതം ഒരിക്കൽ കൂടി. പാനലിൽ ചേർന്നു കോൺഗ്രസ് സഹയാത്രികൻ അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ്, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് സലീം ചോലമുഖത്ത്, ഒപ്പം BJP NRI സെൽ ഭാരവാഹി ശ്രീ രമേശ് മാണിക്കോത്ത് എന്നിവർ 3 പേർക്കും ഗൾഫ് 18ലേക്ക് സ്വാഗതം. ആദ്യം അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ്, അച്ഛൻ മകൻ പോര് എന്നതല്ല, അതിനേക്കെല്ലാം അപ്പുറത്തേക്ക് പത്തനംതിട്ടയ്ക്ക് അപ്പുറത്തേക്ക് കൂടി മക്കളുടെ രാഷ്ട്രീയം ചർച്ചയാകുന്നുണ്ടെങ്കിൽ അത് 2 പാർട്ടികൾ തമ്മിലുള്ള 2 മുന്നണികൾ തമ്മിലുള്ള പ്രകടമായ വ്യത്യാസം, മുന്നണികളുടെ വളർച്ചയും തളർച്ചയും ഒക്കെ എടുത്തു പറഞ്ഞുകൊണ്ടാണ്. കോൺഗ്രസിന് അതിൽ ക്ഷീണമുണ്ടാകുന്നുണ്ടോ? ആദ്യമായി പറഞ്ഞോട്ടെ, ഈ അനിൽ ആന്റണി എന്ന് പറയുന്ന വ്യക്തി എന്നാണ് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത്? എന്ത് പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്? അദ്ദേഹം ആന്റണി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ സമാരാധനായ നേതാവിന്റെ മകൻ എന്നതിനേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പ്രാധാന്യം ഇവിടെ ഉണ്ടോ? വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ആ വ്യക്തിയുടെ, അല്ലെങ്കിൽ ശ്രീമാൻ ആന്റണിയുടെ, AK ആന്റണി ഇന്ത്യയുടെ രാഷ്ട്രപതി വരെ ആവാൻ യോഗ്യതയുണ്ടായിരുന്ന ശ്രീമാൻ AK ആന്റണിയുടെ മകൻ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ശ്രീ അനിൽ ആന്റണിക്ക് യാതൊരു യോഗ്യതയും ഞങ്ങൾ കാണുന്നില്ല. ആ വ്യക്തി എന്തെങ്കിലും പറഞ്ഞു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ശ്രീമാൻ AK ആന്റണി എന്താണ് പറഞ്ഞത് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? പാർട്ടി എന്റെ മതമാണ്, അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് മകനൊന്നുമില്ല. ശരിയല്ലേ? ഇപ്പൊ നമുക്കൊരു ചെറിയൊരു ഉദാഹരണം എടുക്കാം. ശ്രീമാൻ വരുൺ ഫിറോസ് ഗാന്ധി, അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചു BJP. അവരുടെ അമ്മയ്ക്ക് സീറ്റ് കൊടുത്തു BJP. ഇതിലെന്താ തെറ്റുള്ളത്? ഒരു മകന് സീറ്റ് കൊടുത്തില്ല എന്നുള്ളത് കൊണ്ട് അവരുടെ അമ്മ മകനെ തള്ളി പറഞ്ഞു. മകൻ ആ പാർട്ടിക്ക് ഇപ്പൊ സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ പോകുന്നു. അവര് മകനെ തള്ളി പറയുന്നു. ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള, ഓരോ വ്യക്തിയും ഓരോ ഇൻഡിവിജ്വൽ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു വ്യക്തി ഒരു പാർട്ടി അല്ലല്ലോ. ഒരു വ്യക്തി പോയാൽ പാർട്ടി ഇല്ലാതിരിക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു വ്യക്തി എന്ന് പറയുന്നത് അത് അവരുടേതായ ഇൻഡിവിജ്വലിസം ഉണ്ട്. ആ ഇൻഡിവിജ്വലിസത്തിന്റെ പുറത്താണ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഞാനും എന്റെ പിതാവും ഞങ്ങൾ 2 പേരും 2 വിവിധ രാഷ്ട്രീയ ചേരിയിൽ ജീവിക്കുന്ന ആളുകളാണ്. അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനാണ്, ഞാൻ കോൺഗ്രസ് സഹയാത്രികനാണ്. അത് കരുതി എന്റെ വീട്ടിൽ ഒരുമിച്ച് താമസിക്കാൻ കഴിയില്ല എന്ന് പറയാൻ പറ്റുമോ? സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെതായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പും അദ്ദേഹത്തിന്റെ പ്രവർത്തനം നടത്തുന്നു. ഞാൻ എന്റേതായ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അത് കരുതിയിട്ട് ഒരു മകൻ അങ്ങനെ പോയി എന്നുള്ളത് കൊണ്ട് ആ പിതാവിന് എന്തെങ്കിലും ക്ഷീണമുണ്ടോ? പിതാവിൻ്റെതായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വളരെ വ്യക്തമാണ് ശ്രീമാൻ AK ആന്റണിയുടെ ഇന്നത്തെ പത്രസമ്മേളനം. അത് അദ്ദേഹം വിളിച്ചുകൂട്ടിയ പത്രസമ്മേളനമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ വഴിയിൽ വെച്ചിട്ട് കണ്ടപ്പോൾ പത്രക്കാർ ചോദിച്ചതല്ല. അദ്ദേഹം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം 2014 2 പ്രാവശ്യം കോവിഡ് ബാധിച്ച് അദ്ദേഹം പൊതുപരിപാടികളിലേക്കൊന്നും വരാതിരുന്ന വ്യക്തി, അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ. അദ്ദേഹം വിളിച്ചുകൂട്ടാണ് ഒരു പത്രസമ്മേളനം. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു തെറ്റിദ്ധാരണ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. എന്താണ് തെറ്റിദ്ധാരണ? പത്തനംതിട്ടയിൽ അനിൽ K ആന്റണി മത്സരിക്കുന്നു.
അവിടെ ആന്റോ ആന്റണിയും മത്സരിക്കും. ആർക്ക് വേണ്ടിയാണ് താങ്കൾ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ആര് ജയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് താങ്കൾ പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ താങ്കളുടെ മനസ്സിലെ ആര് ജയിക്കണമെന്നാണ് ആഗ്രഹം. പിന്നെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ആന്റോ ആന്റണി അല്ലാതെ അവിടെ ആരും ജയിക്കുകയില്ല. മാത്രമല്ല അദ്ദേഹം ഒന്നുകൂടി തറപ്പിച്ച് പറയുന്നുണ്ട്, BJP സ്ഥാനാർത്ഥി അവിടെ 3ാം സ്ഥാനത്ത് വരുള്ളൂ. അതിന്റെ അർത്ഥം എന്താണ്? അദ്ദേഹത്തിന്റെ മകനെ കുറിച്ചല്ല അവിടെ പറയുന്നത്, അവിടെ ഒരു സ്ഥാനാർത്ഥിയാണ്. ഓരോ വ്യക്തികളും ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ അവർ സ്ഥാനാർത്ഥികളാണ്. അവർ അച്ഛനാണോ മകനാണോ എന്നുള്ളത് ആരും നോക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഞാനൊക്കെ കണ്ണൂർ ജോലി ചെയ്ത വ്യക്തിയാണ്. കണ്ണൂർ എന്താ പറയുന്നത്, അത് പാർട്ടി പറഞ്ഞാൽ അത് അച്ഛനാണോ മകനാണോ എന്ന് ഞങ്ങൾ നോക്കാറില്ല എന്നാണ് കണ്ണൂരുള്ള. അല്ല, ഞാൻ അതാണ് അജി, ഞാൻ തുടക്കത്തിൽ തന്നെ ചോദിച്ചത്, അച്ഛൻ മകൻ പോരിനപ്പുറത്തേക്ക് ഒരു പാർട്ടിയുടെ തളർച്ച എടുത്ത് പറയുന്നുണ്ട്. തനിക്കറിയാം, താൻ വളർന്നു വന്നത് ആ പശ്ചാത്തലത്തിലാണ്, അതുകൊണ്ട് ആ കണക്കുകൾ എടുത്തു പറയാം എന്നുകൂടി അനിൽ ആന്റണി പറയാണ്. കോൺഗ്രസ് വിട്ട് പുറത്തു വന്ന അനിൽ ആന്റണി ഇത് പറയുന്നത് 2014 തൊട്ട് AK ആന്റണി പറയുന്നത് ജനം തള്ളുകയാണ് എന്നുള്ളൊരു കണക്ക് പറയുന്നു. പത്മജ വേണുഗോപാൽ അതിനൊപ്പം ചേർത്ത് പറയുന്നത് ഇന്ന് കോൺഗ്രസിലേക്ക് BJPയിലേക്ക് കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകർ തൃശ്ശൂരിൽ തന്നെ വന്ന ആ ഒരു കാഴ്ച കൂടി മുൻനിർത്തിക്കൊണ്ടാണ്. ഇങ്ങനെ ഒരു കമ്പാരിസൺ ഇതിന് മുന്നിൽ ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്നുണ്ട്. അതൊരു അച്ഛൻ മകൻ രാഷ്ട്രീയ പോരിനപ്പുറത്തേക്കാണ്, അതൊരു രാഷ്ട്രീയ കമ്പാരിസണായി മാറുകയാണ് എന്ന് കൂടിയാണ് ഞാൻ ചോദിച്ചത്. അല്ല മാഡം, ഒരിക്കലും അതൊരു രാഷ്ട്രീയ കമ്പാരിസൺ അല്ല. അനിൽ കെ ആന്റണി കോൺഗ്രസ് പാർട്ടിക്കകത്ത് എന്താണ്, അതാണ് ആദ്യം ചിന്തിക്കേണ്ടത്. ആ വ്യക്തി അനിൽ കെ ആന്റണി എന്ന് പറയുന്ന വ്യക്തി AK ആന്റണിയെ വെല്ലുവിളിക്കാനോ അതല്ലെങ്കിൽ അദ്ദേഹത്തിനോട് താരതമ്യം ചെയ്യാനോ കഴിയുന്ന ഒരു വ്യക്തിയാണോ ആ പാർട്ടിക്കകത്ത്? ഞാനൊരു ഉദാഹരണം പറയാം, വേറെ ഒരു ഉദാഹരണം. ഇപ്പൊ നിങ്ങൾ നേരത്തെ മാഡം പറഞ്ഞല്ലോ, പത്മജ വേണുഗോപാൽ എന്നാണ് പാർട്ടി വിട്ടു പോയത്? പത്മജ വേണുഗോപാൽ എന്താണ് പാർട്ടി വിട്ടു പോകാനുള്ള കാരണം? അപ്പൊ ഇതെല്ലാം നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ അനിൽ കെ ആന്റണി എന്ന് പറയുന്ന വ്യക്തിയെ അദ്ദേഹത്തിന്റെ അച്ഛന്റെ പ്രഭാവം മാത്രമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ. എന്റെ പേര് അജി കുര്യാക്കോസ് എന്നാണ്. ഈ കുര്യാക്കോസ് എന്നുള്ള പേര് മാറ്റി കഴിഞ്ഞാൽ വെറും അജിയായി മാറും ഞാൻ. അപ്പൊ ഈ അജി എന്ന് അദ്ദേഹം ഒരു കാര്യം ചെയ്യട്ടെ, അദ്ദേഹം കഴിവുള്ളവനാണെങ്കിൽ അദ്ദേഹം അനിൽ എന്ന് പറഞ്ഞ പേരിൽ മത്സരിക്കട്ടെ. ആരാണ് ഈ അനിൽ? ഈ അനിലിനെ എങ്ങനെ ജനങ്ങൾ മനസ്സിലാക്കുന്നു? ആന്റണിയുടെ മകൻ എന്നുള്ള ലേബൽ അല്ലാതെ അദ്ദേഹത്തിന് വേറെ എന്താണുള്ളത്? എന്റെ ചോദ്യം അതാണ്. ശ്രീമാൻ ഒരു കാര്യം മാഡം ഒരു കാര്യം പറഞ്ഞ അവസാനിപ്പിക്കും, ചോദിച്ചോട് പറയാണ്. കുറെ ആളുകൾ തൃശ്ശൂരിൽ വന്ന് ജോയിൻ ചെയ്തു എന്ന് പറയുന്നു. ശ്രീമതി പത്മജ വേണുഗോപാൽ ഘോരം കരഞ്ഞുകൊണ്ട് പറയുന്നു മകനാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശ്രീമതി പത്മജ വേണുഗോപാൽ ഇന്ന് ചെയ്തത് എന്താണ്? സ്വന്തം അമ്മയുടെ ശവകുടീരത്തിൽ അവർ കാണിച്ചു കൂട്ടിയത് എന്താണ്? അപ്പൊ ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇത് അമ്മയും അച്ഛനും അല്ലാതെ ഇവർക്ക് സ്വന്തമായ ഒരു വ്യക്തിത്വമുണ്ടോ? അവർ സ്വന്തമായി നിലനിൽപ്പുണ്ടോ? ആന്റണിയുടെ മകനായ അനിൽ കെ ആന്റണിക്ക് അനിൽ എന്ന് പറഞ്ഞ പേരിൽ മത്സരിക്കാൻ തയ്യാറുണ്ടോ? അദ്ദേഹം മത്സരിക്കട്ടെ. ആ പോയിന്റിൽ നിന്ന് BJP നേതാവ് രമേശ് മാണിക്കോത്ത്, രാഷ്ട്രീയ പാരമ്പര്യം തനിയെ ആർജിച്ചെടുത്തത്, രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിലൂടെ നേടിയെടുത്തത്, സമരമുഖത്ത് നിന്ന് വർഷങ്ങളോളം ജനങ്ങൾക്കൊപ്പം നിന്ന് നേടിയെടുത്തത് ഇതൊന്നുമല്ല. ഇതിനപ്പുറത്തേക്ക് AK ആന്റണി എന്ന ലേബൽ തന്നെയാണ് അനിൽ ആന്റണി എന്ന രാഷ്ട്രീയക്കാരന് താങ്ങായും പേരായും ഒക്കെ കൂടെയുള്ളത്. അങ്ങനെയുള്ള ഒരാളുടെ അച്ഛൻ പറയുകയാണ് മകൻ തോൽക്കുമെന്ന്. കേരളത്തിലെ പരിണതപ്രജ്ഞരായിട്ടുള്ള രാഷ്ട്രീയം അറിയുന്ന ജനത ഇത് കാണുന്നുണ്ടായിരിക്കില്ലേ? നമസ്തേ. ഇന്നത്തെ ഈ വിഷയം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമാണ്. കാരണം ഇത് ഒരു മകൻ എന്ന നിലയിൽ അച്ഛന്റെ പാരമ്പര്യം അത് ആരും അത് തള്ളിക്കളിയില്ല. അച്ഛൻ അജി കുര്യാക്കോസ് പറഞ്ഞ പോലെ അച്ഛന്റെ പേര് മാറ്റുകയോ അതൊന്നും ചെയ്യാത്ത ആരും ചെയ്യില്ല. അതിപ്പം വ്യക്തിപരമായിട്ടായാലും ശരി, രാഷ്ട്രീയപരമായിട്ടായാലും അതൊക്കെ അങ്ങനെ നിൽക്കും. പിന്നെ അജി കുര്യാക്കോസ് പറഞ്ഞ ആന്റണിയുടെ ഒരു വേർഡ് പറഞ്ഞു, അദ്ദേഹത്തിന്റെ മതമാണ്. ഈ മതം ഉപേക്ഷിച്ച് പോയ വ്യക്തിയാണ് ശ്രീ AK ആന്റണി. എനിക്ക് AK ആന്റണിയോട് വ്യക്തിപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒക്കെ വളരെ ആരാധനയുള്ള ഒരു വ്യക്തിയാണ്. കാരണം കോൺഗ്രസിൽ 1000-ൽ ഒരുവൻ എന്ന് പറഞ്ഞതുപോലെ ഒരു അഴിമതിയും ചെയ്യാതെ ഒരാൾക്ക് ഒരു ലെറ്റർ കൊടുക്കാത്ത, ഇപ്പോ ഉമ്മൻചാണ്ടിയുടെ അടുത്തൊക്കെ പോയ ആര് വന്നാലും അപ്പൊ ലെറ്റർ എഴുതി കൊടുക്കും. പക്ഷെ ആന്റണി ഇത് ചെയ്യാറില്ല. ഞാൻ കേട്ടിട്ടുണ്ട് മുന്നേ 90-കളിൽ അദ്ദേഹത്തിന്റെ സഹോദരി പുത്രിക്ക് ഒരു അപേക്ഷ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആളെടുത്ത് പറയാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പോ അദ്ദേഹം ഈ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി എന്ത് ചെയ്തു കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ശ്രീ കരുണാകരൻ ചെയ്ത പോലെ മുരളിയോട് അദ്ദേഹം ചെയ്തിട്ടില്ല, അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല, അത്രയേ ഉള്ളൂ. പിന്നെ ഇദ്ദേഹം മതം വിട്ടുപോയി, എന്റെ മതമാണ് കോൺഗ്രസ് എന്നൊക്കെ പറയുമ്പോൾ അത് നാട്ടുകാർക്ക് അറിയാം. 75 മുതൽ 77 വരെ, തോന്നുന്നു 77 ജൂലൈ വരെയാണെന്ന് തോന്നുന്നു അടിയന്തരാവസ്ഥ. ആ സമയത്തും AK ആന്റണി കേരളത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം അതുവരെ വായ തുറന്നിട്ടില്ല, ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല.
ആ സമയത്ത് മിണ്ടാത്ത അദ്ദേഹം 78-ൽ ഇന്ദിരാഗാന്ധി ചിക്മംഗ്ലൂരിൽ വന്നു എന്ന് പറഞ്ഞ ഒറ്റ പ്രശ്നത്തിന്റെ പേരിൽ ഇട്ട് ഓടിക്കളഞ്ഞു, രാജിവെച്ചു, പാർട്ടി പുലർത്തി, CPM പോയി, ഭരണം ഇതെന്താ? അപ്പോ എന്റെ മതമാണ് ഇതൊക്കെ ജനങ്ങൾക്കറിയാം എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം, ശ്രീ AK ആന്റണി ഞാൻ ആദ്യം പറഞ്ഞ പോലെ നല്ല വ്യക്തിത്വമാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീട്ടുകാർ പോലും കേൾക്കില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് നമുക്ക് 4 വോട്ട് കിട്ടും പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കോ? അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് 4 വോട്ട് കിട്ടും. പിന്നെ ഒരു കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് പറയാം അനിൽ ആന്റണി തോക്കുമല്ലേ ഇന്ന, അതൊക്കെ അദ്ദേഹത്തിന് പറയാനുള്ള അവകാശമുണ്ട്. അതേപോലെ തന്നെ അച്ഛൻ മത്സരിക്കുമ്പോൾ മകനും പറയാം, രാഷ്ട്രീയമായിട്ട് പറയാം. അത് വേറൊരു കാര്യം, അതിലൊന്നും ഞങ്ങൾക്ക് പരാതിയില്ല. പക്ഷേ ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം എന്താണ് കാര്യങ്ങൾ. അനിൽ ആന്റണി എന്നുള്ള ഒരു കഴിവുള്ള, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മുരളീധരനെക്കാട്ടും കഴിവുള്ള ഒരു വ്യക്തിയാണ് അനിൽ ആന്റണി. അപ്പൊ BJP വന്നതുകൊണ്ട് അനിൽ ആന്റണി ഈ മുരളീധരനെ മുന്നേ CPM-കാർ എന്താ പറഞ്ഞ രമേശ് ജി പ്ലീസ് കമ്പാരിസൺ നിർത്തൂ. നിങ്ങൾ അനിൽ ആന്റണിയെ കുറിച്ച് പറയൂ, മുരളീധരനെ കുറിച്ച് അവിടെ നിൽക്കട്ടെ, ചർച്ചയിലില്ലല്ലോ. പ്ലീസ്. എന്താണ് അജി കുര്യാക്കോസിന് മുരളീധരൻ പറയുമ്പോൾ എന്താണ് ഇങ്ങനെ ഇത്ര കമ്പാരിസൺ പറയുന്നത്? നിങ്ങൾ ആനയും പേനും തമ്മിൽ കമ്പാരിസൺ നടത്തരുത്, അതുകൊണ്ട് പറഞ്ഞു മാത്രമേ. എന്റെ അഭിപ്രായമാണ് എന്റെ അഭിപ്രായമാണ് മുരളീധരനെക്കാട്ടും കഴിവുള്ള ഒരു നേതാവാണ് അനിൽ ആന്റണി. പക്ഷെ എന്ത് ചെയ്തു? ശ്രീ AK ആന്റണി അദ്ദേഹത്തെ പുഷ് ചെയ്ത് കൊണ്ടുവന്നില്ല. ശ്രീ K കരുണാകരൻ ചെയ്തതുപോലെ ചെയ്തില്ല എന്നുള്ളതാണ്. അത് അദ്ദേഹം ചെയ്തിട്ടാണ്. അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് രാഷ്ട്രീയത്തിൽ അദ്ദേഹം ആർക്കും സപ്പോർട്ട് ചെയ്യാതെ അദ്ദേഹത്തിന്റെ കാര്യം അത് വേറെ. ഞാൻ പറഞ്ഞത് 1000-ൽ ഒരുവൻ എന്ന് പറഞ്ഞ അതാണ്. അദ്ദേഹത്തോട് നമുക്ക് വലിയ ബഹുമാനമാണ്. കോൺഗ്രസ്സുകാരൻ എന്ന നിലയില്ല, വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന്റെ അല്ല, ആ ബഹുമാനം അതാണ്. ഇപ്പൊ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം, രമേശ് മണിക്കൊത്ത്, പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് കൂടി ശക്തമായ വേരോട്ടമുള്ള ഒരു സ്ഥലത്ത് സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ഒരു ലേബൽ കൂടി അനിൽ ആന്റണിക്ക് തുണയാകുമെന്ന് സ്വാഭാവികമായിട്ടും BJP വിചാരിക്കാതെയൊന്നും ഇരുന്നിട്ടുണ്ടാവില്ല അദ്ദേഹത്തെ അവിടെ കാൻഡിഡേറ്റ് ആക്കുമ്പോൾ. പക്ഷേ AK ആന്റണി തുറന്നു പറയുകയാണ്, തോൽക്കും എന്ന് പറയുന്നത് അനിൽ ആന്റണി മാത്രമല്ല, BJP തോൽക്കുമെന്ന് കൂടിയാണല്ലോ പറയുന്നത്. കേൾക്കുന്ന വളരെ പരമ്പരാഗത വോട്ടുകാരൊക്കെ ഏത് തരത്തിലായിരിക്കും ചിന്തിക്കുക, ഏത് തരത്തിൽ അവർ തീരുമാനമെടുക്കും എന്നുള്ളതൊക്കെ രസകരമായിരിക്കും ഇനി. ഇല്ല, അതാ ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന് പറയാം, കോൺഗ്രസ്സുകാർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് പറയാം അനിൽ ആന്റണി തോക്കുമെന്നൊക്കെ അദ്ദേഹത്തിന് പറയാം. അദ്ദേഹം കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറൊക്കെയാണ്. അദ്ദേഹത്തിന് പറയാം. അതാ ഞാൻ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞാൽ സ്വന്തം വീട്ടുകാർ പോലും കേൾക്കില്ല. അവര് പോലും അവിടുന്ന് നമുക്ക് 4 വോട്ട് ചെയ്തു അനിൽ ആന്റണിക്ക്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ പറഞ്ഞു കോൺഗ്രസിന്റെ വോട്ട് കിട്ടുന്നുള്ളത്. അമേത്തിയിൽ എങ്ങനെയാണ് ഇവര് വിജയിച്ചത്? സ്മൃതി ഇറാനി ആരുടെ വോട്ട് കിട്ടിയിട്ട്? ഇതേപോലെ കോൺഗ്രസും CPM ഇടതുപക്ഷവും ജനതാദളും അവരുടെ ഒക്കെ വോട്ട് കൊണ്ടാണ്. അപ്പൊ അത് ഇവരുടെ വോട്ടുണ്ട്, ഇവർക്ക് ഏറ്റവും ഭയങ്കര വോട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് അതൊന്നും ജനാധിപത്യ രാജ്യമാണ്. ജനങ്ങൾ തീരുമാനിക്കും. അവിടെയുള്ള 3 നേതാക്കന്മാരെ വിലയിരുത്തി, രാഷ്ട്രീയമായി വിലയിരുത്തി, ഈ കഴിഞ്ഞ കാലങ്ങളിൽ അവർ ചെയ്ത കാര്യങ്ങൾ വിലയിരുത്തി ജനങ്ങൾ വോട്ട് ചെയ്യും. നമുക്ക് അതിൽ യാതൊരു ഇതുമില്ല. ജനങ്ങൾ അത് തീരുമാനിക്കുന്ന ഞങ്ങൾ പറയും. ഓക്കെ, ഞാൻ തിരികെ എത്താം. സലീം ചോലമുഖത്ത്, പത്തനംതിട്ടയിൽ ഏതായാലും കളി പുറത്തിരുന്ന് കാണുകയല്ല CPM. ഇങ്ങനെ ഒരു അച്ഛൻ മകൻ പോര് നടക്കുന്നത് കൊണ്ട് രാഷ്ട്രീയപരമായി കിട്ടുന്ന ഗുണം അത് വോട്ടാകുമോ ഇടതുപക്ഷത്തിന്? ഒരു സംശയവും അക്കാര്യത്തിൽ എനിക്കില്ല. കേരളത്തില് ഇന്ന് ഇടതുപക്ഷത്തിന് ഉറപ്പിക്കാവുന്ന മണ്ഡലങ്ങളുടെ കൂട്ടത്തിൽ പത്തനംതിട്ട കയറി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഇതുവരെയുള്ള 2 ആഴ്ച കാലത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം വിലയിരുത്തുമ്പോൾ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അതില് അവിടെ ശ്രീ അനിൽ ആന്റണിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇപ്പോ ഇന്ന് നടക്കുന്ന ഈ ഒരു പ്രസ്താവന യുദ്ധം തന്നെ അത് ഒരു നാടകമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അച്ഛനും മകനും തമ്മിലുള്ള ഒരു നാടകമാണ്. കാരണം ഇതിനു മുമ്പ് ഇപ്പൊ ഈ തിരഞ്ഞെടുപ്പൊക്കെ ആരവങ്ങൾ തുടങ്ങിയിട്ട് കുറെ കാലമായല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ്, 2 ദിവസം മുമ്പാണ് ഈ ശ്രീമാൻ AK ആന്റണി ഈ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളെ കുറിച്ച് ഒരു പരസ്യ പ്രസ്താവന നടത്തിയത് നമ്മൾ കണ്ടത്. അദ്ദേഹം പറഞ്ഞത് ഇതൊരു ഡു ഓർ ഡൈ ഒരു സാഹചര്യമാണ്, പോരാട്ടമാണ്. പണ്ട് സ്വാതന്ത്ര്യ സമരകാലത്ത് ഗാന്ധിജി പറഞ്ഞൊരു പ്രയോഗമാണ്, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. അത്രമേൽ നിർണായകമായിട്ടുള്ള ഒരു പോരാട്ടമാണ് ഇത് എന്നാണ് AK ആന്റണി പറഞ്ഞത്. തൊട്ടടുത്ത വാചകത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചത്, താങ്കൾ പത്തനംതിട്ടയിലേക്ക് പ്രചരണത്തിന് പോകുമോ കോൺഗ്രസിന് വേണ്ടി എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത്, ആരോഗ്യമൊക്കെ അനുവദിക്കുമെങ്കിൽ എന്ന് വെച്ചാൽ കാലാവസ്ഥയൊക്കെ ശരിയാണെങ്കിൽ പോകാൻ. അപ്പൊ ഡു ഓർ ഡൈ എന്ന് പറഞ്ഞ ആള് അദ്ദേഹത്തിന്റെ മകന്റെ കാര്യം വന്നപ്പോ അവിടെ ആരോഗ്യം അനുവദിക്കുമെങ്കിൽ പോകാമെന്ന് പറയുമ്പോൾ അദ്ദേഹം എത്ര കണ്ട് ആത്മാർത്ഥതയില്ലാതെയാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് എന്നുള്ളത് നമുക്കറിയാം. മാത്രമല്ല, ഞാൻ വിലയിരുത്തുന്നത് ഈ BJPക്ക് ഇത്ര വലിയ ആധിപത്യം ഇന്ത്യ രാജ്യത്ത് സൃഷ്ടിക്കുന്നതിൽ ശ്രീമാൻ AK ആന്റണി ഉൾപ്പെടെയുള്ള ആളുകൾ വഹിച്ച പങ്ക് ചെറുതല്ല. അദ്ദേഹം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമുക്കറിയാം, രാജ്യസഭയിലൊക്കെ അംഗമായിട്ട്
ഈ രാജ്യത്ത് നടന്ന ഒരൊറ്റ വിഷയത്തിലും എന്നൊരു അക്ഷരം പറയാതെ ഈ കേരളത്തിലെ ചില ക്യാമ്പസുകളിൽ നടക്കുന്ന SFIയും KSUം തമ്മിലുള്ള പ്രശ്നത്തിലൊക്കെ SFIയെ ദേശീയ തലത്തിൽ വിമർശിക്കാനൊക്കെയാണ് ഈ ശ്രീമാൻ AK ആന്റണി സമയം ചെലവഴിച്ചിട്ടുള്ളത്. അപ്പോ എങ്ങനെയെങ്കിലും BJPയുടെ നേതാക്കന്മാരുടെ പ്രീതി പിടിച്ചുപറ്റി അദ്ദേഹം ഇതുവരെ എത്തിപ്പെടാത്ത ചില സ്ഥാനങ്ങൾ ഉണ്ടല്ലോ, അവിടങ്ങളിലൊക്കെ എത്തിപ്പെടുക എന്നുള്ള ഗൂഢലക്ഷ്യത്തോടു കൂടിയാണ് ശ്രീമാൻ AK ആന്റണി ഇത്രയും കാലം പ്രവർത്തിച്ചത് എന്നാണ് ഞാൻ അതിനെ വിലയിരുത്തുന്നത്. ഇപ്പോ രമേശ് മാണിക്കോട്ടൊക്കെ അദ്ദേഹത്തെ ഇങ്ങനെ വാനോളം പുകഴ്ത്തുന്നത് കാണുമ്പോൾ എനിക്ക് ഒട്ടും അതിശയില്ല. കാരണം ഇത് അവർ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ ശ്രീമാൻ അനിൽ ആന്റണിയോട് ഈ AK ആന്റണിയുടെ പ്രസ്താവനയെ കുറിച്ച് ചോദിച്ചപ്പോ, മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, വീട്ടിൽ നിന്ന് അച്ഛന്റെ അനുഗ്രഹമുണ്ടോ എന്ന് പറഞ്ഞപ്പോ അതൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുമല്ലോ എന്നാ പറഞ്ഞത്. അത് നമ്മൾ കേട്ടതാ. അപ്പൊ ഇവിടെ കാര്യങ്ങൾ അതുപോലെ തന്നെ ശ്രീ അജി കുര്യാക്കോസ് ഓർക്കാൻ ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ നേരത്തെ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്തിയപ്പോ ശ്രീമാൻ അജി കുര്യാക്കോസ പറഞ്ഞത്, ചാണ്ടി ഉമ്മൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ശ്വാസം ശ്വസിച്ച് ഇത്രകാലം ജീവിച്ച് കോൺഗ്രസ് രക്തത്തിൽ കൊണ്ടു നടക്കുന്ന ആളാണ്, കോൺഗ്രസ് കുടുംബത്തിൽ പറഞ്ഞ ആളാണ്. അതേപോലെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ കോൺഗ്രസിന്റെ ശ്വാസവും രക്തവും ഒക്കെ മജ്ജയിൽ കൊണ്ടു നടക്കുന്ന ആളല്ലേ ഈ അനിൽ ആന്റണി. അദ്ദേഹത്തിന്റെ ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം ഉപേക്ഷിച്ച് BJPയിലേക്ക് പോകാമെന്ന് തോന്നിയപ്പോ എവിടെയാണ് ഈ കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്ര നിലപാട്, ആശയപരമായ പ്രതിബദ്ധത? അപ്പൊ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, പത്തനംതിട്ടയിൽ ഈ പറയുന്ന BJP അവിടെ അനിൽ ആന്റണി തോൽക്കുമെന്ന് ആന്റണി പറയേണ്ട കാര്യമൊന്നുമില്ല. ഇന്നിപ്പോ ഏപ്രിൽ മാസം 10-ാം തീയതി നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ഒരു പരമമായ സത്യം മാത്രമാണത്. അവിടെ അനിൽ ആന്റണി, ഞാനിപ്പോ നിങ്ങൾ കുറിച്ചു വെച്ചോ, അതല്ല സലീം ആ ഒരു കണക്ക് പറഞ്ഞതുകൊണ്ടാണ് BJPക്ക് വോട്ട് ശതമാനം ഇല്ലാത്ത ഒരു മണ്ഡലമല്ല. കഴിഞ്ഞ തവണ നടന്ന മത്സരം നമ്മൾ കണ്ടതാണ്. ഏത് തരത്തിലാണ് അവരുടെ വോട്ട് വിഹിതം, അത് ഏത് തരത്തിലാണ് കഴിഞ്ഞ തവണ, രാഷ്ട്രീയ സാഹചര്യം മറ്റൊന്നായിരുന്നു എങ്കിൽ പോലും അങ്ങനെ ഒരു വോട്ട് വിഹിതമുള്ള ഒരു മണ്ഡലമാണ്. പ്രധാനമന്ത്രി തന്നെ നേരിട്ടിതാ പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. അത് അനിൽ ആന്റണി ആണെങ്കിലും അല്ലെങ്കിലും അതിന് മുഖമായിട്ട് നിൽക്കുന്നത് നരേന്ദ്രമോദി തന്നെയാണ്. സ്വാഭാവികമായിട്ടും BJP അങ്ങനെ എഴുതി തള്ളാവുന്ന ഒരു വിഷയമല്ല. ഇനി ഇതിപ്പോൾ അനിൽ ആന്റണി ആണ് എന്നുള്ളൊരു കാരണം കൊണ്ട് അതിലൊരു തിരിച്ചടി ഉണ്ടാകുമെങ്കിൽ ആ വോട്ടുകൾ ആരുടെ ഏത് ക്യാമ്പിലേക്ക് പോകും എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അതിൽ ഇടതുപക്ഷത്തിന് അത്ര പ്രതീക്ഷിക്കാനുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ട് ബാക്കി. തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കുറിച്ചു വെച്ചോ, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ കേരളത്തിൽ 2019 BJPക്ക് കിട്ടിയിരുന്നതിനേക്കാൾ കുറഞ്ഞ വോട്ട് ഷെയർ ആണ് ഇത്തവണ കിട്ടാൻ പോകുന്നത്. നരേന്ദ്രമോദി അല്ല, അമിത്ഷാ അല്ല, ഇനി ആരൊക്കെ വന്ന് ഈ ഇവിടെ എല്ലാ ദിവസവും കേരളത്തിൽ തന്നെ കിടന്ന് തെക്ക് വടക്ക് നടന്നാലും അതിലൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണ കിട്ടി MT രമേശാണ് മത്സരിച്ചെന്ന് ഞാൻ ഓർക്കുന്നത്. അദ്ദേഹത്തിന് കിട്ടിയ അത്രയും വോട്ടും ശതമാനം പോലും അനിൽ ആന്റണിക്ക് കിട്ടില്ല എന്ന കാര്യം 100% ഉറപ്പാണ്. നിങ്ങൾ എഴുതി വെച്ചോ. അതുപോലെ തന്നെ ഈ BJPക്കാർ വലിയ വർത്തമാനം പറയാറുണ്ടല്ലോ, കപട മതേതരവാദികളാണ് മറ്റു കക്ഷികൾ, കോൺഗ്രസും CPM ഒക്കെ ഈ മതം നോക്കിയിട്ട് ആളുകളെ നിർത്തുന്നതാണ്. ഈ പറയുന്ന BJPക്കാര് എന്തുകൊണ്ടാ പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കിയത്, മലപ്പുറത്ത് അബ്ദുൽ സലാമിനെ സ്ഥാനാർത്ഥിയാക്കിയത്? അവിടെ ഈ അനിൽ ആന്റണിയും പത്തനംതിട്ടക്കാരനാണോ? അല്ലല്ലോ. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ ബന്ധങ്ങളോ മറ്റു കാര്യങ്ങളോ അദ്ദേഹത്തിനുണ്ടോ? ഇല്ലല്ലോ. ആ പേര് ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ, അത് കൃത്യമായ വർഗീയ അജണ്ടയല്ലേ അത്. അപ്പൊ ഈ BJPക്കാർ ഇനിയെങ്കിലും ഈ പറയുന്ന മറ്റു കക്ഷികൾക്കെതിരായിട്ടുള്ള ഈ കപട മതേതരവാദികൾ എന്നുള്ള ആ ചാപ്പകുത്തൽ നിർത്താൻ സമയമായി. നിങ്ങൾ മറ്റാരേക്കാളും മോശമായിട്ട് വർഗീയമായിട്ട് ആളുകളെ ചേരി തിരിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അത് എന്തു തന്നെയാണെങ്കിലും ഈ മതനിരപേക്ഷ കേരളം അനുവദിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. 2019 കിട്ടിയതിനേക്കാൾ കുറഞ്ഞ ഞാൻ തിരികെ വരാം. ശരി, ഞാൻ അജി കുര്യാക്കോസ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് BJPയുടെ സ്ഥാനാർത്ഥി K സുരേന്ദ്രനായിരുന്നു. ഏത് തരത്തിലാണ് അന്ന് ഭൂരിപക്ഷം BJPക്ക് ഉയർത്താൻ കഴിഞ്ഞത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതായത് കൃത്യമായ വോട്ടുകൾ അവിടെയുണ്ട്. അത് എഴുതി തള്ളാവുന്ന ഒരു വിഷയമല്ല. അതൊന്ന് അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അനിൽ ആന്റണി പറയുന്നത്. അനിൽ ആന്റണി കടന്നാക്രമിക്കുന്നത് നേരിട്ട് രാഹുൽ ഗാന്ധിയാണ്, പാഴ് വസ്തുവാണ് രാഹുൽ ഗാന്ധി, അങ്ങനെയാണ് പറയുന്നത്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്ന് പ്രചാരണം ഏൽപ്പിച്ച ഒരാളാണ് ഇത് പറയുന്നത് എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് നിറയുന്ന ഒരു സമയമുണ്ട്. അറ്റാക്ക് നടത്തുന്നത് അത് ഏത് തരത്തിലാണ്, ഏത് ടാക്ടിക്സ് കൊണ്ടാണ് എന്ന് ശ്രദ്ധിക്കുന്നില്ലേ കോൺഗ്രസ്? ഈ ഹരിത വർക്കേഴ്സ് ഒക്കെ വീട്ടിലേക്ക് വരുമ്പോൾ പഴയ നമ്മൾ ഉപയോഗിച്ച പാൽ കവറും സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കില്ലേ, അതുപോലെയാണ് ഞങ്ങൾ അനിൽ ആന്റണിയുടെ വീട്ടിൽ നിന്ന് എടുത്തു കൊടുത്തിട്ടുള്ളത് BJPയിലേക്ക്. അത് അവിടെ നിൽക്കട്ടെ.
ഇനിയിപ്പോ അതിനെക്കുറിച്ച് പാഴ്വസ്തുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറയാം, ഹരിത മറ്റേ വർക്കേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ഇപ്പൊ കേരളത്തില്. അപ്പൊ അവർ വരുമ്പോൾ പാൽ കവറൊക്കെ ഉപയോഗിച്ച് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടില്ലേ, അതുപോലെ എടുത്തു കൊടുത്തിട്ടുള്ളതാണ് അനിൽ ആന്റണീനെ. അവരെ കൊണ്ടുപോട്ടെ. 2-3 കാര്യം കൂടി പറയാം. ഒന്ന്, ചാണ്ടി ഉമ്മനെ കുറിച്ച് ശ്രീമാൻ സലീം പറഞ്ഞു, പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്നത് അദ്ദേഹം NSCയിലൂടെ വളർന്നു വന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിന് കോൺഗ്രസിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം. 2, ശ്രീ കെ മുരളീധരനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഞാൻ ഇടപെട്ട് പറഞ്ഞത്, അദ്ദേഹം സേവാദളം മുതൽ അദ്ദേഹത്തിന് മുൻപേ രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നല്ലോ. രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും തമ്മിൽ 1 വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ. അപ്പോ കെ കരുണാകരൻ വളർത്തിക്കൊണ്ടുവന്നതല്ല ശ്രീ കെ മുരളീധരനെ. അങ്ങനെയാണെങ്കിൽ മുമ്പേ വളർത്തിക്കൊണ്ടുവരാമായിരുന്നു. അപ്പൊ ഇതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള ഓരോ സമയത്ത് വരുന്ന നീക്കങ്ങളും ആ നീക്കങ്ങളുടെ ഭാഗമായിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞു വരട്ടെ. അപ്പോ ഇനി 2ാമത്തെ കാര്യം, ഇപ്പൊ മാഡം ചോദിച്ചതുപോലെ ഈ ശബരിമല വിഷയം ശക്തമായി നിന്ന ഒരു വർഷമാണ് 2019. അവിടെ അന്ന് BJPയുടെ ഏറ്റവും ശക്തനായ നേതാവ് എന്ന് ഇവർ അവകാശപ്പെടുന്ന, കേരളീയ ജനതാ പാർട്ടി അവകാശപ്പെടുന്ന വ്യക്തി എന്ന രീതിയിലാണ് കെ സുരേന്ദ്രനോട് മത്സരിച്ചത്. അദ്ദേഹം ജയിച്ചില്ലല്ലോ. അതെ, 2 മണ്ഡലത്തിൽ മത്സരിച്ചു. 2 മണ്ഡലത്തിൽ മത്സരിച്ച് ജയിച്ചില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ BJPക്ക് ഏറ്റവും സുവർണ അവസരം എന്ന് ശ്രീമാൻ AK ആന്റണി തന്നെ പറയുന്നത് കഴിഞ്ഞ 2019 ആയിരുന്നു. ആ 2019 മത്സരിച്ച് ജയിക്കാൻ കഴിയാത്ത BJP ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അനിൽ ആന്റണി എന്ന് പറയുന്ന നിർജീവ വസ്തുവിനെ, പാഴ് വസ്തുവിനെ നിർത്തി മത്സരിച്ച് ജയിപ്പിക്കുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ സ്വന്തം വീട്ടിൽ നിന്ന് 4 വോട്ട് കിട്ടുമെന്ന് പറഞ്ഞു. ആർക്ക് വോട്ട് ചെയ്യും? ശ്രീ രമേശ് ഒരു കാര്യം മനസ്സിലാക്കണം, ആന്റണിക്ക് എറണാകുളത്താണ് വോട്ട്. അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് 4 വോട്ട് നിങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞല്ലോ. ആർക്കാണ് ഈ വോട്ട് കിട്ടുന്നത്? ആ കിട്ടുന്ന വോട്ട് അനിൽ ആന്റണിക്കാണോ? പിന്നെ ഒരു കാര്യം കൂടി പറയാം. തോമസ് ഐസക്കാണ് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി. അദ്ദേഹം വളരെ ശക്തനായ സ്ഥാനാർത്ഥിയാണ് എന്നുണ്ടെങ്കിൽ, ഏറ്റവും നല്ല ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, അവകാശപ്പെടുന്നുണ്ടെങ്കിൽ, അദ്ദേഹം എന്തുകൊണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് കൊടുത്തില്ല? അപ്പൊ നമുക്കറിയാം എന്താണ് ശ്രീ തോമസ് ഐസക്കിന് പറ്റിയിട്ടുള്ള പാളിച്ചകൾ. അദ്ദേഹം നിന്നാൽ എവിടെയും മത്സരിച്ച് ജയിക്കില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ശ്രീമാൻ അനിൽ ആന്റണി വന്നപ്പോൾ, കൃത്യമായിട്ട് പറഞ്ഞു കേട്ടെ, ശ്രീമാൻ അനിൽ ആന്റണി വന്നപ്പോൾ ആ അനിൽ ആന്റണി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി PC ജോർജ് അവിടെ മത്സരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുമ്പോൾ കേരളീയ ജനതാ പാർട്ടി തടസ്സപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് അദ്ദേഹം മത്സരിക്കാതിരുന്നത്. ആ PC ജോർജ് അവിടെ മത്സരിച്ചിരുന്നെങ്കിൽ അവിടുത്തെ മത്സരം BJPയും കോൺഗ്രസും തമ്മിൽ നേരിട്ടായിരുന്നേനെ. അപ്പൊ ഇവിടെ BJPയുടെ വോട്ടുകൾ ശക്തമായിട്ട് ആ ഒരു ഘടകം കൂടിയുണ്ട് രമേശ് മാണിക്കോത്ത്. അതാണ് ഏറ്റവും അവസാനം പറയാൻ വെച്ചിരുന്നത്. PC ജോർജ് എന്ന് പറയുന്ന ഒരു ഘടകം കൂടിയുള്ള സാഹചര്യം 2019 രാഷ്ട്രീയ സാഹചര്യം അല്ലാത്തത്. 2019 മത്സരിച്ചത് BJP അധ്യക്ഷനായിട്ട് പോലും അവിടെ ജയം നേടാനാവാതിരുന്നത്. ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ നിൽക്കുന്നയിടെ ആ സമയത്ത് കൂടിയാണ് കോൺഗ്രസിന്റെ വളരെ ബഹുമാനിതനായിട്ടുള്ള ഒരാൾ, അദ്ദേഹം ഈ കാൻഡിഡേറ്റിന്റെ അച്ഛൻ തന്നെയായിട്ടുള്ള AK ആന്റണി പറയുന്നത് തോൽക്കണം, അനിൽ ആന്റണി തോൽക്കണം അവിടെ എന്ന് ആവർത്തിച്ച് വാർത്താ സമ്മേളനം വിളിച്ച് ജനങ്ങളോട് പറയുന്നത്. മാഡം, അതിലേക്ക് വരുന്നതിന് മുന്നേ സലീംജി പറഞ്ഞതിനൊരു മറുപടി പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു വോട്ട് കുറയും. അത് അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ്. അത് ആഗ്രഹിച്ചോട്ടെ, കുഴപ്പമില്ല. നമുക്ക് ഒന്നോളം ആഗ്രഹിക്കാലോ, അത് പ്രശ്നമില്ല. 2019 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരുപാട് ഘടകങ്ങളുണ്ട്. അവിടെ ഒരു വോട്ടിന്റെ ഒരു ക്രോഡീകരിച്ചിട്ടുള്ള ഒരു വോട്ടിംഗ് ഉണ്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയാവാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണം കൂടി ഉണ്ടായിരുന്നു. ശബരിമല ഇപ്പോ ഒന്ന് വന്നിട്ട് ആരോഗ്യ വകുപ്പിലെ സൈക്യാട്രിക് പ്രൊഫസറുടെ ചോദ്യ പേപ്പറിൽ ഇടതുമുന്നണി കൊണ്ടുവന്നിരിക്കുന്ന ചോദ്യം ശബരിമലയിൽ ആദ്യം കയറിയ സ്ത്രീയായിരുന്നാണ്. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രോബ്ലം. ഇത് തന്നെയാണ് ഇന്ത്യയിലെ ജനങ്ങൾ പ്രതികരിക്കുന്നത്. ഇതുപോലുള്ള വർഗീയ പ്രീണനമാണ്. അതവിടെ കേട്ടെ, നമുക്ക് പോയിന്റിലേക്ക് വരാം. പിന്നെ അടുത്തത് സലീംജി പറഞ്ഞു ആന്റണിയുടെ മകൻ പത്തനംതിട്ടക്കാരനാണ്, തോമസ് ഐസക് പത്തനംതിട്ടക്കാരനാണ്. നിങ്ങൾ അയാളുടെ പേര് വെച്ചിട്ടല്ലേ അദ്ദേഹത്തിന് അവിടെ കൊണ്ടുവന്ന്. അപ്പൊ ഇതിലൊന്നും പറയണ്ട. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഭവിച്ചു. ഓക്കെ, അതാണ്. അപ്പൊ അനിൽ ആന്റണിക്ക് മത്സരിക്കാൻ പറ്റില്ല. ശരിക്കും അനിൽ ആന്റണിക്ക് എവിടെ മത്സരിക്കാം? തോമസ് ഐസക്കിന് മത്സരിക്കാമെങ്കിൽ അനിൽ ആന്റണിക്ക് മത്സരിക്കാം. അവർക്ക് രണ്ടാമത്തെ ഒരേ അവകാശമാണ് ഇന്ത്യ മഹാരാജ്യം. നിങ്ങൾ അങ്ങനെ മാറ്റി പറയണ്ട. അവർക്ക് രണ്ടാമത്തെ ഒരേ അവകാശമാണ്. തോമസ് ഐസക്കിന് പത്തനംതിട്ടയിൽ മത്സരിക്കാമെങ്കിൽ അനിൽ ആന്റണിക്ക് മത്സരിക്കാം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിന് അതൊന്നും പറയണ്ട. അതൊക്കെ വിട്ടേക്ക്. രാഷ്ട്രീയം കൊണ്ട് മതം കൊണ്ടാണ് അതൊന്നും പറയണ്ട. ഇത് നിങ്ങൾ എല്ലാ പാർട്ടിക്കാരും ചെയ്യുന്നത്. അതൊക്കെ വിട്ടേക്ക്. ഞാൻ പറയുന്നത് മാഡത്തിന്റെ മറുപടിയിലേക്ക് വരാം.
അപർണാജി പറഞ്ഞതിലേക്ക് വരാം. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, AK ആന്റണി എന്ന കോൺഗ്രസിന്റെ വെറ്ററൻ നേതാവ്. പിന്നെ വേറൊന്ന് സരിത്തി പറഞ്ഞത് ആന്റണിയെ പോകത്തിയതല്ല. ആന്റണി ശരി, ഞാൻ ആ സമയപരിമിതി ഒരു വിഷയം രമേശ് മാണിക്കോത്ത്. എനിക്ക് ആന്റണിയെ പറ്റി നല്ലത് ഞാൻ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന്റെ നയത്തിൽ ഒരു ബന്ധം, അതിലൊരു മാറ്റവും ഇല്ല. നിങ്ങൾ അതിന് വേറെ അർത്ഥങ്ങളൊന്നും കണ്ടെത്തില്ല. അപ്പൊ ഒരു പിതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ചിന്താഗതി എന്നാൽ നമുക്കറിയാൻ പറ്റില്ല, മനസ്സ് വായിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു രാഷ്ട്രീയക്കാരെന്നതിൽ അദ്ദേഹത്തിന് അങ്ങനെ പറയാനേ പറ്റൂ, അദ്ദേഹത്തിന് മാറ്റി പറയാൻ പറ്റില്ല. പക്ഷെ അതൊന്നും ഒരു വിഷയമല്ല. പത്തനംതിട്ടയിൽ ഒരു മാറ്റം ഇക്കുറി ഉണ്ടാവും. ഓക്കെ, ഏതായാലും അച്ഛൻ മകൻ അഭിപ്രായത്തിന് അപ്പുറത്തേക്ക് രസകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ചിത്രം കൂടിയായി പത്തനംതിട്ടയിൽ ഇന്നത്തെ പ്രതികരണങ്ങളോടുകൂടി എന്നുള്ളത് കൂടിയാണ്. അത് കേരളത്തിൽ തന്നെ മൊത്തത്തിൽ ഉള്ള പ്രചാരണത്തിൽ തന്നെ പലതരത്തിൽ അത് അലയടിക്കുകയും ചെയ്യുകയും ചെയ്യുന്നു. വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങൾ, പത്മജ വേണുഗോപാലിന്റെ അടക്കം പ്രതികരണങ്ങൾ വരുന്നതിലൂടെ. ഏതായാലും അതായിരുന്നു ഗൾഫ് 18 ചർച്ച ചെയ്തത്. വളരെയധികം നന്ദി രമേശ് മാണിക്കോത്ത്, അജി കുര്യാക്കോസ്, ഒപ്പം സലീം ചോലമുഖത്ത്. വീണ്ടും അതിഥിയിലേക്ക് വരാൻ കഴിയാത്ത സമയപരിമിതി മൂലം അതിൽ ഖേദിക്കുന്നു. വളരെയധികം നന്ദി. ഒരിക്കൽ കൂടി ചർച്ചയിൽ ചേർന്നതിന് പൂർണ്ണമാകുകയാണ് ഗൾഫ് 18. നമസ്കാരം.